നമുക്കൊരു കഥ കേട്ടാലോ? ഒരു സംഭവ കഥ. 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. വലതുവശത്തെ ഇടുപ്പിൽ വേദനയായിരുന്നു തുടക്കം. കുമളി സ്വദേശിയായ ബിനുമോൻ ആദ്യം കരുതിയത് ഇതൊരു വാതരോഗമാണെന്നാണ്. എന്നാൽ മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും വേദന മാറാതെ വന്നതോടെ മികച്ച ചികിത്സ തേടി ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് ബിനുമോൻ എത്തി. ഞാൻ കുമളിയിലെ ടാക്സി ഡ്രൈവറായിരുന്നു. അത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് കംപ്ലൈൻറ്റ് ആരംഭിക്കുന്നത്. കംപ്ലൈൻറ്റ് തുടങ്ങി, വേദന തുടങ്ങി, ചെറിയൊരു വേദന തുടങ്ങി. അപ്പം കുറേ നാൾ, ഒരു 3-4 വർഷത്തോളം അത് അത്ര കാര്യമാക്കിയില്ല. അത് വാദമാണെന്നൊക്കെ പറഞ്ഞ് കഷായമൊക്കെ കഴിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് ഈ ഇടുക്കി ജില്ലാ ഹോസ്പിറ്റലിലെ ഓർത്തോ ഡോക്ടറെ ഒന്ന് പോയി വീട്ടിൽ പോയി ഒന്ന് കണ്ട്, അപ്പം പുള്ളി എക്സ്റേ ഒക്കെ എടുത്ത് കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ കാണിച്ചപ്പോഴാണ് ഈ ഹിപ്പിന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പുള്ളിയാണ് ആദ്യമേ ഇത് കണ്ടുപിടിക്കുന്നത്. തുടർ ചികിത്സ തേടി കോട്ടയത്തേക്ക് 1.5 വർഷത്തോളം നീണ്ട ചികിത്സ. പക്ഷേ ഫലം കണ്ടില്ല. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇടത്തെ ഹിപ്പിലോട്ടും കൂടെ വേദന സ്പ്രെഡ് ചെയ്തു. വേദന വന്നിട്ട് ഇപ്പം എന്നാലും വലതേ ഹിപ്പിനായിരുന്നു വേദന കൂടുതൽ. ഇടത്തെ ഹിപ്പിന് ചെറിയൊരു വേദന അന്നേരം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അന്നേരത്തേക്ക് അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ നാൾ അങ്ങനെ അതുമായിട്ട് പോയി. പിന്നെ മരുന്നൊന്നും കഴിച്ചില്ല. ടാക്സി ഡ്രൈവറായി ജീവിതം തുടങ്ങി പിന്നീട് പാക്കേജ് ടൂറിനൊപ്പം ടൂറിസ്റ്റുകളുമായി ഇന്ത്യ മൊത്തം സഞ്ചരിക്കുന്ന ബിനുവിന്റെ ജീവിതം വീണ്ടും കൈപ്പേറിയതായി മാറി. പെയിൻ കില്ലറുകളുമായി ജീവിതം തുടർന്നു. ഒടുവിൽ ആ ജീവിതം അവസാനിപ്പിച്ച കഥ ബിനു തന്നെ പറയട്ടെ. അത് കഴിഞ്ഞ് പിന്നെ പെയിൻ കില്ലർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വേദനയ്ക്കുള്ള ഇത് മരുന്ന് കഴിച്ച് ചില സമയത്ത് വേദന കൂടുമ്പം ഇഞ്ചക്ഷൻ പോലുള്ള സംഭവങ്ങൾ ചെയ്യും. പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ ചെയ്യും. പിന്നെ വേദന സംഹാര ഗുളികയും കഴിച്ചൊരു 10 വർഷത്തോളം. കാലങ്ങൾ മുന്നോട്ട് പോയി. പലരും പറയുന്ന കേട്ട് മറ്റൊരു ചികിത്സാ രീതിയിലേക്ക് മാറി. അതിന്റെ ഫലം ഇങ്ങനെയായി. അത് തമിഴ്നാട്ടിലൊരു ആയുർവേദ ചികിത്സയ്ക്ക് പോയതാണ്. പോയി അവരെൻ്റെ കാല് രണ്ടും കൂടെ ഈ നമ്മുടെ അരക്കെട്ട് മുതൽ മുട്ടിൻ്റെ ഇടം വരെ ഇങ്ങനെ 2 കാലും കൂടെ തുണി വെച്ച് ചുറ്റി വരിഞ്ഞ് കെട്ടി ഒരു 15 ദിവസം മരുന്നൊക്കെ ഒഴിച്ച് എന്നെ അവിടെ കിടത്തി വീട്ടിൽ. ആ 15 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. കാല് വിറച്ചിട്ട്, അതായത് സർക്കുലേഷൻ കാലമായിട്ടുള്ള കംപ്ലീറ്റ് അങ്ങ് നിന്ന് വന്നിടത്തേക്കും. എന്നിട്ട് ഈ മുട്ട് തമ്മിൽ അങ്ങ് ചേർന്ന് ഒരു മുട്ടിൻ്റെ മണ്ടകോട്ട് ഒരു മുട്ടിങ്ങനെ കയറിപ്പോയതുപോലെ ആ ഒരു കണ്ടീഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം 1.5 കൊല്ലം എടുത്തു അതൊന്ന് കുറച്ച് മാറ്റം വരാനും വീണ്ടും എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ 1.5 വർഷം അത് കഴിഞ്ഞായി. പിന്നെ കേരളത്തിലെ പല പ്രമുഖ ആശുപത്രികളിലും ചികിത്സ തേടി യാത്ര തുടർന്നു. ഡ്രൈവർ ജോലി ഉപേക്ഷിച്ച് ഹോം സ്റ്റേ തുടങ്ങി. പിന്നീട് നടന്ന കാര്യങ്ങൾ ബിനു തന്നെ പറയും. ഡ്രൈവറിൻ്റെ കൂടെ തന്നെ ഈ പാക്കേജ് ടൂർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നടപ്പ് കുറച്ച് അധികമായിട്ട് നടക്കേണ്ട ഒരു ജോലി ആയതുകൊണ്ട് ഒരു 40 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഇത് വേദന കണ്ടമാനം അങ്ങ് കൂടിയ സമയത്ത് എനിക്ക് തീരെ നടക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും ആ ജോലി ഉപേക്ഷിച്ച് വീണ്ടും ഡ്രൈവിങ് കുറേശ്ശെ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോഴും. അപ്പം അങ്ങനെ ടാക്സി കാർ ഓടിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഈ വേദന അങ്ങോട്ട് കണ്ടമാനം കൂടിയപ്പം ഈ പരിപാടികളെല്ലാം നിർത്തി. നാട് മുഴുവൻ ചികിത്സ തേടി അലഞ്ഞ ബിനുവും കുടുംബവും ഒടുവിൽ കാഞ്ഞിരപ്പള്ളിയിലെത്തി. എൻ്റെ പെങ്ങളൊക്കെ കാഞ്ഞിരപ്പള്ളിയിലാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ അളിയൻചാരുടെ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടാണ് ഞാൻ ഈ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം അതിന് മുമ്പ് മറ്റ് പല ഹോസ്പിറ്റലുകളിലും പോയായിരുന്നു. അപ്പോൾ അവരൊന്നും ഈ 2 ഹിപ്പും ഒരുമിച്ച് മാറ്റി വെക്കാനായിട്ടുള്ള തയ്യാറായില്ല. അപ്പം ഒരെണ്ണം ചെയ്തിട്ട് ഒരു 3 മാസം ഇല്ലെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞ് ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അതിനുള്ള താല്പര്യം ഞാൻ കാണിച്ചില്ല. അതിനുശേഷമാണ് ബ്ലെസ്സിങ് ഡോക്ടറെ കാണുന്നത്. ബ്ലെസ്സിങ് ഡോക്ടർ അത് 2 ഒരുമിച്ച് ചെയ്യാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രകാരമാണ് ഞാൻ ഈ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഈ സർജറിക്ക് വിധേയനായത്. സാധാരണ സർജറിക്ക് നടത്തുന്ന പരിശോധനകൾക്കൊപ്പം റൂമറ്റോളജി ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനകൾ നടത്തി. സർജറി നടത്തുവാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാകാറായപ്പോൾ ട്വിസ്റ്റുമായി ആ പരിശോധനാ ഫലമെത്തി. രോഗിക്ക് പ്രോട്ടീൻ C, പ്രോട്ടീൻ S എന്നിവയുടെ കുറവ്. കാലിലെ ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ. അന്നേരം എൻ്റെ മനസ്സിൽ തോന്നിയെന്നു വെച്ചാൽ ഇതിനു മുമ്പ് ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇത് കുറേയൊക്കെ നമുക്ക് സർജറി ഇല്ലാതെ രക്ഷപ്പെട്ട് പോകാമല്ലോ എന്നൊരു തോന്നൽ അന്നേരം തോന്നിയായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഇത് കണ്ടുപിടിച്ചില്ല. അത് മെഡിക്കൻസി വന്നപ്പോഴാണത് അതങ്ങനെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. 1993
അമേരിക്കയിലെ ഒഹായോയിൽ നടന്ന സമാനമായ അവസ്ഥയിൽ പ്രോട്ടീൻ കുറവുള്ള രോഗിയുടെ 2 ഇടുപ്പുകളും വിജയകരമായി ഒരേ ദിവസം മാറ്റിവെച്ചതിനു ശേഷം മറ്റൊരു വിജയം, അതും ഇങ്ങ് കേരളത്തിലെ കാഞ്ഞിരപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന്. എന്തായാലും ബിനുവും കുടുംബവും ആഗ്രഹിച്ചതുപോലെ ഒടുവിൽ ആ സന്തോഷ വാർത്തയെത്തി. പ്രതിസന്ധികളെ അതിജീവിച്ചും പൂർണ്ണമായി തേഞ്ഞ 2 ഇടുപ്പുകളും ഒരേ ദിവസം തന്നെ മാറ്റിവെക്കുന്ന അപൂർവ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഡോക്ടർ എന്നെ ICUവിൽ, ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും കൂടെ വന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഒരു 8-10 സ്റ്റെപ്പ് നടത്തിച്ചു ICUവിക്ക് അകത്തൂടെ തന്നെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ പതുക്കെ വോക്കറയിൽ നടക്കാൻ തുടങ്ങി. ഒരു 30 ദിവസം അങ്ങനെ വോക്കറയിൽ നടന്നു. 30 ദിവസം മുതൽ അത് വോക്കർ ഉപേക്ഷിച്ച് സ്റ്റിക്കേലോട്ടായി. അത് ഒരു 30 ദിവസം അങ്ങനെ നടന്നു. 30 ദിവസം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിക്കും കൂടെ ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ഉപേക്ഷിച്ച് ഇപ്പം യാതൊരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ നടക്കാനും സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. മറ്റ് വേദനകളോ അങ്ങനെയൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. 90 ദിവസങ്ങൾ കഴിഞ്ഞു. കാലം മാറുകയാണ്. ബിനു തിരിച്ച് ജീവിതത്തിലേക്ക്. കുമളിയിലെ തന്റെ വീടിനോട് ചേർന്നുള്ള ഹോം സ്റ്റേ ഉടൻ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ലക്ഷ്യത്തോടെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട്. കരുതൽ ഉറപ്പാക്കി കരുത്തോടെ മുന്നോട്ട് ചലിക്കുവാൻ കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് മിഷൻ ആശുപത്രിയിൽ കൂടുതൽ സങ്കീർണതകൾ നിറഞ്ഞ രോഗങ്ങളുമായി തന്നെ കാണാനെത്തുന്ന രോഗികൾക്കൊപ്പം ഡോക്ടർ ബ്ലസനും മുന്നോട്ട്.